കാര്യം ഇല്ലെങ്കിൽ ഈ ഭൂമി മൺകൂനയാവാൻ നിമിഷം മതി. കാരുണ്യ പേമാരി പെയ്യാതിരുന്നാലോ സൃഷ്ടികൾക്കെന്താണ് വേറെ വഴി? കണ്ണീരുണങ്ങാത്ത പാവങ്ങൾ ഞങ്ങൾക്ക് നീ മാത്രമാണല്ലോ ഏകതണി. അല്ലാ ഞങ്ങൾക്ക് നീ മതി. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ചെയ്തില്ല. പുറത്തുവരുന്ന ആൾക്കാർക്ക് ഇവിടെ സാധനം വാങ്ങാനോ സ്വന്തം വണ്ടി പാർക്ക് ചെയ്യാനോ സൗകര്യവും ഭൗതിക സൗകര്യം ചെയ്യാൻ സാധിച്ചിട്ടാണ് ഈ സമരം ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. ഈ സമരത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് കാഞ്ഞങ്ങാട് മാസ്റ്റേഴ്സിൻ്റെ ശക്തനായ പ്രസിഡന്റ് CK ആസിഫാണ്. അദ്ദേഹത്തെ ഈ ധർണാസഭയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. കാസർഗോഡ് ജില്ലയുടെയും അമരക്കാരനും സംസ്ഥാന ഉപാധ്യക്ഷനുമായ ഹമദ് ഷരീഫ് അവர்களാണ് ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെയും ഈ ധർണാ സമരത്തെ സ്വാഗതം ചെയ്യുന്നു. ജില്ലാ സെക്രട്ടറി സജിയേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തും. അദ്ദേഹത്തെയും ഈ ധർണാ സമരത്തെ സ്വാഗതം ചെയ്യുന്നു. ബാക്കി സാമൂഹിക രാഷ്ട്രീയ സംഘടനകൾ നമ്മുടെ ഇതിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഈ ധർണാ സമരത്തിലേക്ക് സ്വാഗതം ചെയ്തു തുടങ്ങുന്നു. ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ഉപാധ്യക്ഷനുമായിട്ടുള്ള ബഹുമാനപ്പെട്ട K. അഹമ്മദ് ഷരീഫ്, ജില്ലാ ജനറൽ സെക്രട്ടറി, വളരെ സിസ്റ്റമാറ്റിക്കായ രീതിയിൽ നമ്മുടെ സംഘടന നയിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലാ ജനറൽ സെക്രട്ടറി KJ സജി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങൾ, സന്നദ്ധ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ രാഷ്ട്രീയ മേഖലയിലെ നേതാക്കൾ, നമ്മുടെ കാഞ്ഞങ്ങാട് മാസ്റ്റേഴ്സ് അസോസിയേഷൻ്റെ മെമ്പർമാർ, വനിതാ യൂത്ത് മെമ്പർമാർ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാട്ടിൽ എല്ലാ പട്ടണങ്ങളും പുരോഗതിയുടെ പാതയിലേക്കാണ് എല്ലാ പട്ടണങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. നാമുള്ള കാഞ്ഞങ്ങാട് പട്ടണം, ഒരു സൗകര്യമുള്ള കാഞ്ഞങ്ങാട് പട്ടണം, അതിൻ്റെ വികസനം താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെന്നറിയുന്നില്ല, ഒരു പ്ലാനിങ് ഇല്ലാതെ നമ്മുടെ ഭരണാധികാരികൾ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അത് ജനങ്ങളെയും വ്യാപാരികളെയും ബുദ്ധിമുട്ടുന്ന രീതിയിലേക്കാണ് വരുന്നത്. വർഷങ്ങളായി ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങൾ നിവേദനം മടുത്തും കാഞ്ഞങ്ങാട് ടൗണിൽ പാർക്ക് ചെയ്ത് ഒരു സ്ഥാപനത്തിൽ കയറി സാധനം വാങ്ങിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കാഞ്ഞങ്ങാട് ടൗണിലുള്ളത്. നോർത്ത് കോസ്റ്റ് സിംബിൾ പുതിയകോട്ട് വരെ റോഡിന്റെ ഇരുവശങ്ങളിലും സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ ഓട്ടോറിക്ഷകളാവട്ടെ ബസ്സുകളാവട്ടെ, ടൗണിൽ കേരളത്തിലെ ഒരു ടൗൺ മാത്രമേ ഉണ്ടാവും ബസ് സ്റ്റാൻഡുള്ള ടൗണിൽ ഇത്ര ഓട്ടോകൾ, ഇത്ര കാറുകൾ മാത്രം പാർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന നിയമമുണ്ട്. നമുക്കറിയാം കാഞ്ഞങ്ങാട് നഗരത്തിൽ 420ഓളം ഓട്ടോകൾക്ക് മാത്രമേ പാർക്കിംഗ് സൗകര്യമുള്ളൂ. 1700-2000 ലൈസൻസ് ഇവിടെ മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടുണ്ട്, പൈസ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് എവിടെ വെക്കാണ്? ഓട്ടോകൾ സ്റ്റാൻഡുകൾ വെക്കാനുള്ളതല്ല, എല്ലാ സ്ഥലങ്ങളിലും ഓടി യാത്രക്കാരെ കയറ്റി പോകാനുള്ളതാണ് ഓട്ടോകൾ. അല്ലാതെ ലോണും കടവും എടുത്ത് ഷോപ്പ് തുടങ്ങി ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കറിയാം. എത്രയാ വാടക? കാഞ്ഞങ്ങാട്ടെ വാടക എത്രയാ? ഡെപ്പോസിറ്റ് എത്രയാ? ടാക്സ് എത്രയാ? സെയിൽ ടാക്സ് എത്രയാ? GST എല്ലാം ഹൈക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് യാതൊരുവിധ അനുകൂലമായ തീരുമാനങ്ങളും സർക്കാരിന്റെ ഭാഗത്തിനാവട്ടെ മുനിസിപ്പാലിറ്റി ഭാഗത്ത് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമാധാനപരമായുള്ള സമരമാണ് നമ്മൾ നടത്തുന്നത്. പോലീസ് ഓഫീസർമാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, വല്ല പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഒരു പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ വളരെ അച്ചടക്കത്തോടുകൂടി ഞങ്ങളുടെ ആവശ്യം നേടിയെടുക്കാൻ ജനാധിപത്യ രീതിയിൽ എങ്ങനെയാണോ സമരം ചെയ്യുന്നത്, അത് ടിയർ ഗ്യാസോ മറ്റെന്തും ബാരിക്കേഡോ ഒന്നും ഞങ്ങൾ സമരത്തിന് ആവശ്യമില്ല എന്ന് ഇന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങളെ മാത്രം ആവശ്യമല്ല, കച്ചവടക്കാരെ മാത്രം ആവശ്യമല്ല ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഞങ്ങൾ എപ്പോഴും ആവശ്യങ്ങൾ ഉന്നയിച്ചത് ഈ കാഞ്ഞങ്ങാട് ജനങ്ങളുടെ ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ സമരം മറ്റു രീതിയിലേക്ക് ആകാത്ത വിധത്തിൽ ഉണ്ടാകണം. ഇന്ന് ഞങ്ങൾ ഇട്ട ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണമെന്ന് മുനിസിപ്പൽ ചെയർമാൻ ഇതിന്റെ കൺവീനർ DBSP ആണ്.
അന്ന് 9ഓളം തീരുമാനങ്ങൾ എടുത്തു. അത് കടലാസിൽ മാത്രമാണ് ഒതുങ്ങിയിട്ടുള്ളത്. അത് ഒരു തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല. അതിന് നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ അധികാരികൾക്കും സാധിച്ചിട്ടില്ല. സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് ഫൈന് ഈടാക്കുന്നുണ്ട്. യൂണിഫോം ആവാമെന്ന് കുഞ്ഞിരാമൻ സംസ്ഥാനം വന്ന ഒരു കസ്റ്റമറെ വണ്ടിയോട് വെച്ചു, സാധനം വാങ്ങി തിരിച്ചു വരുമ്പോഴേക്ക് ഒട്ടിച്ചു 500 രൂപ ഫൈന്. പക്ഷേ അതിനു മുമ്പിൽ ഒരുപാട് വഴിയോര കച്ചവടക്കാർ പോലീസിന്റെ മുന്നിലൂടെ കച്ചവടം ചെയ്യും. അതിന് യാതൊരു തടസ്സമില്ല. ലൈസൻസ് വേണ്ട, വാടക വേണ്ട, GST വേണ്ട, വാടക വേണ്ട, ഒന്നും വേണ്ട, ലീഗൽ മെട്രോളജി വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങൾ 12ഓളം ലൈസൻസുകൾ എടുത്താൽ കച്ചവടം ചെയ്യുന്നുള്ളത്. എന്നിട്ട് ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അല്ല സാറേ, ഞങ്ങൾക്കാണ് ബുദ്ധിമുട്ട്. എന്റെ കാര്യങ്ങളൊക്കെ ഇതിന്റെ നേതൃത്വം മറ്റും സംസാരിക്കും. ഞങ്ങളുടെ ആവശ്യം ടാക്സി സ്റ്റാൻഡിന്റെ എണ്ണം മെച്ചപ്പെടുത്തുക. ഔദ്യോഗിക സ്റ്റാൻഡുകൾ ഒരു മീറ്റിംഗിൽ പറഞ്ഞത്, ഒരു സംഘടനാ നേതാക്കൾ പറഞ്ഞത്, ഞങ്ങൾക്ക് 150 കൊട്ടയെ ഞങ്ങൾക്ക് വെക്കാൻ പറ്റുന്നുള്ളൂ ഒരു സ്റ്റാൻഡിൽ. 5ൽ കൂടുതൽ സ്റ്റാൻഡ് വെക്കാൻ പാടില്ല. അതാണ് നിയമം. അത് പ്രകാരമാണ് ഇവിടുന്ന് മുനിസിപ്പാലിറ്റി ലൈസൻസ് കൊടുക്കുന്നത്. ഓട്ടോക്കെ 2 പ്ലാസ്റ്റിക് കവറിൽ സാധനം കൊടുത്താൽ പിന്നെ എങ്ങനെ മിൽമാപാൽ എങ്ങനെയാ വരുന്നത്? മീൻ എങ്ങനെയാ വാങ്ങുന്നേ? സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ എങ്ങനെയാണ് നമ്മൾ വാങ്ങുന്നത്? എല്ലാം പ്ലാസ്റ്റിക്കിലാണ്. കോർപ്പറേറ്റുകളെ തോടാൻ ഇവർ പോകില്ല. സാധാരണക്കാരൻ, പാവപ്പെട്ട നമ്മൾക്കൊക്കെ കച്ചവടക്കാരെ വന്നിട്ട് മേക്കിട്ടുകാരൻ ഭയങ്കര ഉത്സാഹം. 50,000 ഫൈൻ. ഞാൻ കാഞ്ഞങ്ങാട് 3 സ്ഥാപനങ്ങൾ 50,000 ഫൈൻ കൊടുത്തേ. നിരോധിത പ്ലാസ്റ്റിക് തന്നെയാണ്. എന്നിരുന്നാലും ഒരു മാനസിക പരിഗണന കൊടുക്കണ്ടേ? നിങ്ങളത് അവിടെ ഈ ഉറവിടം നിന്ന് പിടിക്കണമല്ലോ. എവിടെയാണോ ഇത് ഉത്പാദിപ്പിക്കുന്നത് അവിടുത്തെ പോകാൻ നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ എന്നിട്ട് ഞങ്ങളടുത്ത് കാണിക്കും നിങ്ങളുടെ ആവശ്യം. അതാണ് നിങ്ങൾ പറയുന്നത്. അതുപോലെ സ്വകാര്യ വാഹനങ്ങൾക്ക് അധികാരം പറഞ്ഞത് എന്താ? നമ്മൾ മിറ്റിക്കലി പ്രസിഡന്റ് ശരിച്ച് വീട്ടിൽ വെച്ചിട്ട് വരാം അല്ലേ? വീട്ടിൽ വെച്ച് ഞങ്ങൾ വണ്ടികളിൽ വെച്ച് വരണം, നടന്നിട്ട് അങ്ങനെ ഓട്ടോയിൽ വരണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇതെന്ത് നീതിയാണ് പറയുന്നത്? ഫുട്ഓവർ പിടിച്ചു കഴിഞ്ഞ ബജറ്റിലും ഈ ബജറ്റിലും വകയിരുത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് സ്ഥാപിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് പട്ടണത്തിലെ ട്രാഫിക്കിന്റെ പരിഷ്കാരങ്ങൾ, അതുപോലെ തന്നെ ട്രാഫിക് ബ്ലോക്ക് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. മഴയ്ക്ക് മുമ്പേ നമ്മൾ പറഞ്ഞതാണ്, വെള്ളക്കെട്ട് വന്ന കാഞ്ഞങ്ങാടിൽ ആളിറങ്ങാൻ പറ്റില്ല. കേട്ടില്ല. മഴ വന്നിട്ടാകുമ്പോൾ ബുദ്ധിമുട്ടായി. ഞങ്ങൾ കിട്ടിയില്ല. എന്ത് ഭക്ഷണം കൊടുക്കുന്നത് പോലും അറിയില്ല. അതാണ് അവസ്ഥ. അറിയോ? അവിടെ ചെക്ക് ചെയ്യാൻ ഇവര് പോവില്ല. കിമ്പളം വാങ്ങിയ ഞങ്ങൾക്കറിയാം. എല്ലാ തെളിവുകളും ഞങ്ങൾ എടുത്തുണ്ട്. അടുത്ത സമരത്തിൽ ഞങ്ങൾ എല്ലാം പുറത്തു വിടും, ഉറപ്പാണ്. ഒരു രക്ഷയുമില്ല. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കെടുത്ത ഒരു അനുമോദന ചടങ്ങായിരുന്നു. അതിൽ വെച്ച് വ്യാപാരികൾ നേരിടുന്ന വിവിധ വിഷയങ്ങളെ കുറിച്ച് പ്രസിഡന്റ് CK ആസിഫ് വളരെ വിശദമായി എഴുതി കാര്യങ്ങൾ നിവേദനം നൽകുകയും അതോടൊപ്പം ഞങ്ങൾക്ക് വളരെ വിശദമായി അവിടെ ആ യോഗത്തിൽ വെച്ച് സംസാരിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട ചെയർമാൻ അപ്പോൾ തന്നെ പറഞ്ഞത്, ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിഗണിക്കാം. ഓരോ ഘട്ടങ്ങളായി ഇവിടുത്തെ പ്രധാനമായ ജനങ്ങൾ നേരിടുന്ന പാർക്കിംഗ് പ്രശ്നം, അതുപോലെ വഴിയോര പ്രശ്നം, ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനമുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം അതോടൊപ്പം വേറൊന്നും കൂടി പറഞ്ഞു. വ്യാപാരികളുടെ ഒരു അഭ്യർത്ഥന, ഞങ്ങളൊക്കെ വാഹനമുള്ളവരാണല്ലോ, ആ വാഹനങ്ങളൊക്കെ വീട്ടിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ നടന്നിട്ടൊക്കെ നിങ്ങൾ വരണം, സഹകരിക്കണം എന്നാണ് പറഞ്ഞത്. സത്യത്തിന് കേട്ടപ്പോൾ എനിക്കൊരു വിരോധാഭാസമായി തോന്നിയത്. പ്രിയപ്പെട്ട ചെയർമാനോട് ചോദിക്കുന്നു, ഇവിടുത്തെ ജനപ്രതിനിധികളായ കൗൺസിലറുകൾ, നിങ്ങൾക്കൊക്കെ വാഹനമില്ലേ? നടന്നിട്ടാണോ ഇവിടെ വരുന്നത്? ഓട്ടോറിക്ഷയിലാണോ ഇവിടുത്തെ ജനപ്രതിനിധികൾ വരുന്നത്? ചെയർമാൻ ഈ ടൗണിൽ പോകുന്നത് ഓട്ടോറിക്ഷയിലാണോ? ഞങ്ങളുടെ സ്വന്തം വാഹനം വീട്ടിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ ടൗണിലേക്ക് വരണം, അപ്പോൾ ഇവിടുത്തെ ഗതാഗത കുരുക്ക് ഒഴിവാകുമെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ചെയർമാനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇങ്ങനെയാണോ ഞങ്ങളോട് പറയേണ്ടത്? എത്രയും വലിയ അടിസ്ഥാന സൗകര്യമുള്ള കാഞ്ഞങ്ങാട് നഗരത്തിലേക്ക് ആളുകൾക്ക് വരാനുള്ള സൗകര്യമില്ല. ബസ് യഥാർത്ഥ സ്ഥലത്തെ ബസ്സുകൾ ഇറക്കി ആളുകൾ കയറാൻ സൗകര്യമില്ല. ഏതെങ്കിലും ഒരു കസ്റ്റമറിന് ഏതെങ്കിലും ടൗണിൽ ഏതെങ്കിലും ഒരു കടയുടെ മുമ്പിൽ വാഹനം നിർത്തി സാധനം വാങ്ങാൻ സൗകര്യം ഇന്ന് കാഞ്ഞങ്ങാടില്ല. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ദീർഘദൂരത്തിലുള്ള ടൗണാണ് നെല്ലാജിക്ക. കാഞ്ഞങ്ങാട് ടൗൺ എന്ന് പറഞ്ഞാൽ കിലോമീറ്ററോളം നീളത്തിലുള്ള വളരെ വിശാലമായ ഒരു ടൗണാണ്. പക്ഷേ ഗതികേടെന്ന് പറഞ്ഞിട്ട് ഇവിടെ വാഹനം പാർക്ക് ചെയ്യാൻ പാർക്കിംഗ് സൗകര്യമില്ല. ഓട്ടോറിക്ഷക്കാർ അവരുടെ ഉപജീവന മാർഗമാണ്, വ്യാപാരികളുടെ അവരുടെ ഉപജീവന മാർഗമാണ്. പക്ഷെ ഇവരെയൊക്കെ വേണ്ടുന്ന രീതിയിൽ അവരെയൊക്കെ നിലനിർത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തേണ്ട പ്രധാന ചുമതല വഹിക്കേണ്ടത് ഇവിടുത്തെ ജനപ്രതിനിധികളുടെ നഗരസഭയാണ്. നഗരസഭ ഇവിടെ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. കഴിഞ്ഞ ഭരണസമിതി കാലത്ത് ഞങ്ങൾ വന്നു, അന്നത്തെ ചെയർപേഴ്സണോട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എന്താണ്? പാർക്കിംഗ് ലൈൻ വരക്കാൻ പെയിന്റ് ഇല്ല അല്ലേ? അജിക്കണ്ടല്ലേ പെയിന്റ്, അതായത് വാഹനം പാർക്ക് ചെയ്യാനുള്ള പെയിന്റ് ഇല്ല.
ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു ആവശ്യമായ പെയിന്റ് ഞങ്ങൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം, പറഞ്ഞില്ലേ? സ്പോൺസർ ചെയ്തു തരാം. ശരി, എന്നാൽ ഒരാഴ്ച കൊണ്ട് ഓട്ടോറിക്ഷക്കും ജനങ്ങൾക്ക് നടക്കാൻ ബസ് പാർക്കിംഗ് എല്ലാം മാർക്ക് ചെയ്ത് തരാം. മാസം കഴിഞ്ഞു, വർഷം കഴിഞ്ഞു, ഭരണസമിതി മാറി, വാങ്ങിയോ പെയിന്റ് വാങ്ങി നമ്മളോട് ഇല്ലേ? മെട്രോസിക്ക് പെയിന്റ് വാങ്ങാൻ നമ്മൾ സ്പോൺസർ. എങ്കിൽ എന്താ വേണ്ടത്? അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വ്യാപാരികൾ എന്ത് വേണമെങ്കിലും നഗരസഭയോട് ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി ഞങ്ങൾ സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ വളരെ വേദനാജനകമാണ്. കാരണം നാടിൻ്റെ ഈ കാഞ്ഞങ്ങാട് ടൗണിൻ്റെ വികസനപരമായ കാര്യങ്ങൾ മുഖ്യ പ്രവർത്തനം നടത്തുന്നത് ഇവിടുത്തെ ഭരണസമിതിയാണ്, മുനിസിപ്പാലിറ്റിയാണ്. പക്ഷെ ഇതൊന്നും നോക്കുന്നില്ല. അതാണ് ഇത്തരത്തിൽ വ്യാപാരികൾ സമരം ചെയ്യുന്നവരല്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരുടെ ഉപജീവന മാർഗമായ വ്യാപാര മേഖലയെ സംരക്ഷിച്ചുകൊണ്ടും കുടുംബം പോറ്റാൻ വേണ്ടി കച്ചവടം ചെയ്യുന്നവരാണ് വ്യാപാരികൾ. അല്ലാതെ ഇവിടെ തെരുവിൽ സമരം ചെയ്യേണ്ടവരല്ല. പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ ഇത്തരം ഒരു സമരത്തിന് നിർബന്ധിതരാകേണ്ടി വന്നു. കാരണം ഈ മുനിസിപ്പാലിറ്റിയുടെ അനാസ്ഥ മൂലം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്ത് ഇവിടുത്തെ ജനസഞ്ചാര സ്വാതന്ത്ര്യം, അതുപോലെ ടാക്സി സ്റ്റാൻഡുകളുടെ എണ്ണം, ട്രാഫിക് പരിഷ്കരണം, സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് സൗകര്യം, അതുപോലെ അനധികൃതമായുള്ള വഴിയോര കച്ചവടം, ഇത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായ തീരുമാനം ഉണ്ടാക്കാൻ കഴിയണം. അതല്ലെങ്കിൽ നേരത്തെ ഇവിടെ ആസിഫ് സൂചിപ്പിച്ചു, വരുന്ന മാർച്ച് മാസമാകുമ്പോൾ ലൈസൻസ് എടുക്കണോ എടുക്കണ്ടേ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നാണ് ഈ മുനിസിപ്പാലിറ്റികൾ പറയാനുള്ളത്, ഇവിടുത്തെ ഭരണസമിതി. കാരണം ഇവിടെ ഏകദേശം 10-12ഓളം ലൈസൻസിലെടുത്തിട്ടാണ് വ്യാപാരികൾ കച്ചവടം ചെയ്യുന്നത്, അല്ലേ? എത്ര ലൈസൻസ് വേണം? ഇത് ഒരു ലൈസൻസും ഇല്ലാതെ, ഒരു മാനദണ്ഡവുമില്ലാതെ ഹോട്ടലുകളും വിവിധ തട്ടുകടകൾ, ഫ്രൂട്ട്സുകൾ, പച്ചക്കറികൾ, എന്തിനേറെ പറഞ്ഞ് എല്ലാ സാധനങ്ങളിലും, ഒരു കടയിൽ കിട്ടുന്ന മുഴുവൻ സാധനങ്ങളും റോഡ് സൈഡിൽ ഒരു ലൈസൻസും ഇല്ലാതെ വിൽക്കുന്നു. അത് കണ്ടടച്ചുകൊണ്ടാണ് ഇവരോട് പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. ഒരു ലൈസൻസ് വേണ്ട. ഒരു ഹോട്ടൽ വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോട്ടൽ നടത്തണമെങ്കിൽ വെള്ളം പരിശോധിച്ച ലൈസൻസ് വേണം, വേണ്ടേ? അവിടുത്തെ തൊഴിലാളികൾക്ക് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് വേണം, ഫുഡ് സേഫ്റ്റി ലൈസൻസ് വേണം, വിവിധ തരത്തിലുള്ള ലൈസൻസുകൾ, GST എടുക്കണം. ഇത് അനധികൃതമായി ഇവിടെ തട്ടുകടയുമായി നിരവധി തട്ടുകടകളാണ് റോഡ് സൈഡിൽ വരുന്നത്. കൂണ് പോലെ വൈകുന്നേരം ആകുമ്പോൾ എല്ലാ സാധനങ്ങളും, എല്ലാ വിഭവങ്ങളും അടങ്ങിയ സാധനങ്ങൾ, ശരിയല്ലേ? എല്ലാ സാധനവും ഒരു ലൈസൻസും വേണ്ട. വെള്ളം പരിശോധന പൈസ വേണ്ട, അവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ട. ഇവിടെ പാർസൽ വാങ്ങുന്ന ഹോട്ടലിൽ പോയെങ്കിൽ ഡേറ്റും സമയം വെച്ച് പാക്ക് ചെയ്ത് കൊടുക്കണം. ഇത്ര ടൈമിന് സാധനം ഉണ്ടാക്കിയത് അതിൻ്റെ എക്സ്പയറി ടൈം അടക്കം വെച്ച് പാക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഹോട്ടലിൽ നിന്ന് സാധനം കൊടുക്കേണ്ടത്. അത്രയും ഇവിടെ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാരുടെയും ഗവൺമെൻറ്റിൻ്റെയും നിയമം കർശനമാണ്. അത് വേണം. കാരണം ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കസ്റ്റമേഴ്സിന്, ഉപഭോക്താവിന് ഭക്ഷണം കഴിച്ച് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതിനൊക്കെ ഞങ്ങൾ തയ്യാറും പാലിക്കുക. ഇതിലൊക്കെ വ്യാപാരികൾ വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ശുചിത്വമില്ലാതെ, ഒരു ലൈസൻസും ഇല്ലാതെ ഇതൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ ഭരണകൂടം കാണുന്നില്ലേ? അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ലക്ഷക്കണക്കിന് രൂപ പകുതി കൊടുത്തും വിവിധ ലൈസൻസുകളെടുത്തും കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് ഭീഷണിയായിക്കൊണ്ട് ഇത്തരം അനധികൃതമായ തട്ടുകടകൾ, ആഘോഷ ദിവസങ്ങൾ, വിഷു, ഓണം, പെരുന്നാൾ, ക്രിസ്മസ്, സ്കൂൾ സീസണൊക്കെ വരുമ്പോൾ എന്താണ് ഇവിടെ കാണുന്നത്? എല്ലാ സാധനങ്ങളും റോഡ് സൈഡിൽ, തുണിയായാലും ഡ്രസ്സായാലും ഒരു മാനദണ്ഡവുമില്ലാതെ വിൽക്കപ്പെടുന്നു കടകളുടെ മുമ്പിൽ. തട്ടുകടകൾക്ക് കൃത്യമായ മാനദണ്ഡമുണ്ട്. സുപ്രീം കോടതി വിധിയുണ്ട്. തട്ടുകടകൾ എങ്ങനെയാണ്, ആരാണ് തട്ടുകട നടത്തേണ്ടത്, എത്ര സ്ക്വയർ ഫീറ്റ്, 5 സ്ക്വയർ, അതായത് 25 സ്ക്വയർ ഫീറ്റിൽ അത് ഓരോ സ്ഥലത്ത് ലീസിന് എടുത്തുകൊണ്ട് അവർ മുനിസിപ്പാലിറ്റി പറയുന്ന, നഗരസഭ പറയുന്ന സ്ഥലത്ത് മാത്രമേ ഇത് വെക്കാൻ പാടുള്ളൂ. മാത്രമല്ല അവർക്ക് ടാഗ് ധരിക്കണം. ആരാണ് ഇതിൻ്റെ ലീസിന് കൊടുത്ത് കൃത്യമായിട്ടുള്ള തട്ടുകടക്ക് സുപ്രീം കോടതിയിലേക്ക് വിധിയുണ്ട്. പക്ഷെ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇവിടെ തട്ടുകട കച്ചവടം നടത്താം. ആരാണിത്? പാവപ്പെട്ടവരല്ല, ബിനാമികളാണ്. ഇവിടത്തെ വൻകിട ആളുകളെ, വൻകിട മാഫിയകളുടെ ഒരു വലിയൊരു ടീം തന്നെയുണ്ട്. അവരൊക്കെ സാധനങ്ങൾ തൽപ്പാടിയും മഞ്ചേശ്വരത്തും കാസർഗോഡും വലിയ രീതിയിൽ ട്രക്കുകളിൽ സാധനം കൊണ്ടുവന്ന് ഇറക്കി ഓരോ ചെറിയ കൈവണ്ടികളിലേക്ക് സാധനം വിട്ട് വൈകുന്നേരം ആകുമ്പോൾ കമ്മീഷൻ വാങ്ങിയാണ്. അതാണ് ഗതി. പാവപ്പെട്ടവരല്ല ഇവിടെ തട്ടുകട നടത്തുന്നവർ. ഇത്തരം സാധനങ്ങൾ വിൽക്കുന്നതും പാവപ്പെട്ടവരല്ല. പാവപ്പെട്ടവരെ ആരും ഇതിൽ വിൽക്കുന്നില്ല. ഇത് ഇവിടുത്തെ പല മാഫിയകളും ഇതിൻ്റെ പിന്നിൽ വൻ ശക്തികളായി നിന്നുകൊണ്ട് ചെറുകിട വ്യാപാരികളെ തകർക്കുന്ന രീതിയിലുള്ള അനധികൃതമായ തട്ടുകട കച്ചവടം വ്യാപകമായി നടന്നു വരും. അതിനെതിരെയാണ് ഞങ്ങളുടെ ഈ സമരം. ഭരണ നേതൃത്വത്തിലിരിക്കുമ്പോൾ എങ്ങനെയാണ് കാഞ്ഞങ്ങാട് തുടങ്ങിയത്? കാഞ്ഞങ്ങാട് ചെറിയ ചെറിയ കച്ചവടങ്ങൾ തുടങ്ങിയാണ് കാഞ്ഞങ്ങാട് പഞ്ചായത്തായി, പട്ടണമായി, മുനിസിപ്പാലിറ്റിയായി, നാളെ ചിലപ്പോൾ കോർപ്പറേഷനാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
പടിപടിയായി ഉയർന്നു വരുമ്പോൾ ആദ്യമേ ഇവിടെ പ്രവർത്തിച്ച് കച്ചവടക്കാരെ ഉന്മൂലനം ചെയ്തുകൊണ്ട് പെട്ടിക്കടകൾക്കും ഓട്ടോറിക്ഷകൾക്കും ടാക്സികൾക്കും മാത്രം പിന്തുണ പ്രഖ്യാപിക്കുന്ന അല്ലെ അവരുടെ ബിനാമികളായി നിൽക്കുന്ന ചില ഭരണാധികാരികൾക്ക് ചിലപ്പോൾ ഉപകാരം ഉണ്ടാകും. പക്ഷെ ഞങ്ങൾ ഇത്തരത്തിൽ കച്ചവടം ചെയ്ത് മുന്നോട്ട് പോകുന്നത് കടയിൽ ഇരുന്നു പോയി തുടങ്ങിപ്പോയി എന്നുകൊണ്ട് മാത്രമാണ്. ലോണെടുത്തും കെട്ടിടാലി പണയം വെച്ചും ഇരിക്കുന്നിടത്ത് അഭിമാനത്തോടുകൂടി തന്നെ ഇരിക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടാണ്. എത്രയോ വ്യാപാരികൾ ആത്മഹത്യയുടെ വക്കിലാണ്. മുനിസിപ്പാലിറ്റിയുടെ അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന ഏറ്റവും സ്ഥല സൗകര്യമുണ്ടായിരുന്ന ഒരു പട്ടണത്തെ KSTP റോഡ് എന്ന നിലയിൽ അശാസ്ത്രീയമായ പണി നടത്തിയപ്പോഴാണ് ഈ പട്ടണം ഇത്രയേറെ കുടുങ്ങിയതായി മാറിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ മാറിയത്? ബന്ധപ്പെട്ട അധികാരികളും എഞ്ചിനീയറിംഗ് വിഭാഗവും ഈ ടൗണിൽ വേണ്ടത്ര പ്ലാനിംഗ് ഇല്ലാത്തൊരു പണിയെടുത്തു. ഇപ്പം അധികാരികളുടെ ധാരണ എന്തെങ്കിലുമൊക്കെ കുറെ ഫണ്ട് കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചാൽ അതെല്ലാം ഞങ്ങളുടെ കാലത്തെ ഒരു സിഗ്നേച്ചർ ആവുമെന്നുള്ളതാണ്. അത് തന്നെയാണ് അപകടം. കാരണം മുനിസിപ്പാലിറ്റി കിട്ടുന്ന ഗവൺമെന്റിന്റെ ഫണ്ട് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന രീതിയിൽ വിതരണം ചെയ്യുവാൻ വേണ്ടി ഒരു ഭരണസമിതിയുടെ ആവശ്യമില്ല. പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ, അതിന്റെ സെക്രട്ടറിയും ബാക്കി ഉദ്യോഗസ്ഥന്മാരും വിചാരിച്ചാൽ ആ ഫണ്ട് ഏതൊക്കെ വിഭാഗത്തിന് നൽകണം എന്ന രീതിയിൽ നൽകാൻ പറ്റും. പക്ഷേ നിങ്ങളെ അധികാരത്തിൽ ജനങ്ങളേറ്റുന്നത് നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കാഞ്ഞങ്ങാട് ടൗണിൽ സഞ്ചരിക്കാനുള്ള റോഡുകൾ, പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ആശുപത്രികൾക്കും ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ഭരണസമിതിയെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ആ ഭരണസമിതി ശേഷം മാത്രമേ അവർക്ക് പെർമിഷൻ കൊടുക്കാവൂ. റോട്ടിൽ പെർമിഷൻ കൊടുക്കാനുള്ള യാതൊരുവിധ നിയമവും നിലവിലില്ല. മുനിസിപ്പാലിറ്റിക്കുള്ള സ്ഥലത്ത് പെർമിഷൻ കൊടുക്കാം. അല്ലാതെ ഓരോ കടകൾ തുടങ്ങുമ്പോൾ അതിന്റെ വാടകൽ ഇപ്പോൾ നമുക്കറിയാം 2 സൈഡിലും നടക്കുവാനുള്ള പാതയുണ്ട്. ആ പാതയ്ക്ക് പുറത്തൊരു സർവീസ് റോഡുണ്ട്. സർവീസ് റോഡിലൂടെ വാഹനം പോകാൻ പറ്റാത്ത രീതിയിൽ വാഹനങ്ങൾ വെക്കേണ്ടി വരുന്നു. അതിന് പോലീസ് ഫൈനിടുന്നു. ഇവിടെ കിഴക്കനാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകളുടെ കാറിന്റെ പുറകിൽ എപ്പോൾ നോക്കിയാലും സ്റ്റിക്കർ ഉണ്ടാവും. അല്ല, എളുപ്പമല്ലേ? സർക്കാരിന് പൈസ കിട്ടുമല്ലോ. നമ്മുടെ ഗവൺമെന്റുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിയമം നടപ്പിലാക്കുകയോ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതല്ല, എങ്ങനെ പിഴ ഉണ്ടാക്കി പൈസ വാങ്ങാം. കാരണം വേറെ വരുമാന മാർഗമൊന്നുമില്ലല്ലോ. അപ്പോൾ പിഴ അടപ്പിക്കുക, പൈസ വാങ്ങുക. പ്ലാസ്റ്റിക് പിടിക്കുക, നേരത്തെ സൂചിപ്പിച്ചല്ലോ, ചെറിയൊരു പ്ലാസ്റ്റിക്കിന് വേണ്ടി ഓടിപ്പോയി കേസെടുക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തൊരു താല്പര്യം. എന്നാൽ ഇത് വൈകുന്നേരം കൊണ്ട് വിൽക്കുന്ന വണ്ടിയിൽ പോയി പിടിക്കാൻ എന്തുകൊണ്ട് അവർക്ക് കഴിയുന്നില്ല? സിഗരറ്റ് നമ്മുടെ ഏതെങ്കിലും സ്കൂളിന്റെ പരിസരം സ്ഥലമാണ്. അവിടെയാണ് ഈ ട്രാഫിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഏതായാലും കാഞ്ഞങ്ങാട് നഗരസഭ ഈ വ്യാപാരികളുടെ ഈ പ്രശ്നങ്ങൾ മുഖവിലക്കെടുക്കും എന്ന കാര്യത്തിൽ അത് സംശയവുമില്ല. കാരണം നമുക്ക് അറിയാം, നമ്മുടെ കോട്ടശ്ശേരി ബസ് സ്റ്റാൻഡ്, നമുക്ക് 2 ബസ് സ്റ്റാൻഡുണ്ട്. അലാവിപ്പള്ളിയും കോട്ടശ്ശേരി 2 ബസ് സ്റ്റാൻഡ്. എന്നിട്ട് പോലും റോഡിൻ്റെ മേലെയാണ് ബസ്. അപ്പോൾ അശാസ്ത്രീയമായി നിൽക്കുന്ന ഈ ട്രാഫിക് അടക്കമുള്ള പ്രശ്നങ്ങൾ, വ്യാപാരികളുടെ ഡ്രൈനേജിൻ്റെ പ്രശ്നങ്ങൾ, അതൊക്കെ ഈ നാടിൻ്റെ വികസനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് വ്യാപാരികൾ ഇപ്പോൾ നഗരസഭ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് നഗരസഭ അതിൻ്റെ മെറിറ്റിൽ തന്നെ കണ്ട് മനസ്സിലാക്കി അതിന് പരിഹാരം കാണണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നോടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് ഇത്ര കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നോടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഇത്ര കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദപാതയിൽ നീടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദപാതയിൽ നീടണം. അകവെടിയണം, കണ്ണലോതുള്ളണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കണ്ണലോതുള്ളണം, ഇനി സ്നേഹം നിറയണം. മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നോടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം.
മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. വെല്ലിനാളിയുറ്റ കോലാഹലം നമ്മൾ ഒന്നിച്ചു കൈകളെ കൂട്ടിയിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദപാതയിൽ നീങ്ങിയിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദപാതയിൽ നീങ്ങിയിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം. പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.